ഹലോ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ഗാർലിക് എഗ് ആണ്. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാണാനും അടിപൊളിയാണ്. പിന്നെ എഗ്ഗ് വെച്ചിട്ട് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഡിഷിന്ന് ഒന്ന് മാറ്റി പിടിക്കുന്ന നല്ലതല്ലേ. ഇതിനു വേണ്ടി 4 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് 4 മുട്ടയും പൊട്ടിച്ചൊഴിക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 2 ടീസ്പൂൺ അളവിൽ ബട്ടറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ട പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഇതിനെ നല്ലപോലെ മിക്സ് ആക്കി എടുക്കരുത്. 1 ഇഞ്ചോളം വലുപ്പം വരുന്ന പീസുകളായിട്ട് വേണം മുട്ടനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതുകൊണ്ട് തന്നെ കയ്യിൽ വെച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കി നമുക്ക് എടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ അളവിൽ ബട്ടറും ചേർത്തിട്ട് വീണ്ടും ഇതിനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം വളരെ ലോ ആക്കിയതിന് ശേഷം 5 വെളുത്തുള്ളി വളരെ ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒരു 15 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒരു 15 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവറും ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ബട്ടറിലുള്ള മസാലയൊക്കെ എഗ്ഗിൽ നല്ലപോലെ ആവുന്ന രീതിയിൽ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് മല്ലിയിലയും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നു. ഫൈനലി നമ്മുടെ ബട്ടർ ഗാർലിക് എഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്, ഒരു വെറൈറ്റി ടേസ്റ്റ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.